പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 50 GK ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മൗര്യവംശത്തിൻ്റെ ആസ്ഥാനം പാടലീപുത്രം. ആവർത്തന പട്ടികയുടെ പിതാവാര്? മെൻഡലിയേഫ്. ദേശീയ സ്പോർട്സ് ദിനം ഓഗസ്റ്റ് 29. തിരുവിതാംകൂറിൽ ഒന്നാമത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിക്കപ്പെട്ടത് എവിടെ? ആലപ്പുഴയിൽ. നിലവിലുള്ള മലയാള ദിനപത്രങ്ങളിൽ ഏറ്റവും പ്രായമുള്ളത്, അതായത് ഏറ്റവും ആദ്യത്തെ ഏതാണെന്ന് ചോദിച്ചാണ് അത് ദീപികയാണ്. എന്താണ് സെലനോളജി? ചന്ദ്രനെ കുറിച്ചുള്ള പഠനത്തിനെയാണ് സെലനോളജി എന്ന് പറയുന്നത്. അടുത്തത് രോഗത്തെക്കുറിച്ചുള്ള പഠനമാണ് പാത്തോളജി. യൂണിസെഫിന്റെ ആസ്ഥാനം ന്യൂയോർക്ക്. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഗ്രീൻലാൻഡ്. കണിക്കൊന്ന പൂവിനെ ഔദ്യോഗികമായി സംസ്ഥാന പുഷ്പമായി അംഗീകരിച്ചത് ഏത് വർഷമാണ്? 1990. ഔദ്യോഗിക പദവിയിലിരിക്കെ വിദേശത്ത് വെച്ച് ദിവംഗതനായ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. മണ്ണിനെ കുറിച്ചുള്ള പഠനശാഖയുടെ പേരാണ് പീഡിയോളജി. പ്രാണികളെ പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് എൻഡമോളജി. മാൽഗുഡി ഡേയ്സ് ഏത് പ്രശസ്ത സാഹിത്യകാരൻ്റെ കൃതിയാണ്? R.K. നാരായണൻ. അപ്പോൾ R.K. നാരായണൻ്റെ പ്രശസ്തമായ കൃതിയാണ് മാൽഗുഡി ഡേയ്സ്. R.K. നാരായണൻ KR നാരായണൻ തമ്മിൽ മാറിപ്പോകരുത്. R.K. നാരായണൻ എന്ന് പറഞ്ഞാൽ സാഹിത്യകാരനാണ്. KR നാരായണൻ നമ്മളുടെ പ്രസിഡൻ്റായിരുന്നു, ഇന്ത്യൻ പ്രസിഡൻ്റായ മലയാളിയാണ്. അടുത്തത് ഏറ്റവും വലിയ ദേശീയ ഗാനം ഏത് രാജ്യത്തിൻ്റെയാണ്? ഗ്രീസിൻ്റെയാണ്. വാസ്കോഡഗാമ കോഴിക്കോട് വന്നിറങ്ങിയ കപ്പലിൻ്റെ പേരാണ് സാൻ ഗബ്രിയേൽ. 1809 കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? വേലുത്തമ്പി ദളവ. ശസ്ത്രക്രിയയെക്കുറിച്ച് തൻ്റെ ഗ്രന്ഥത്തിൽ വിവരിച്ച ഭിഷഗ്വരനാണ് സുശ്രുതൻ. ഫാഹിയൻ ഇന്ത്യയിലേക്ക് വന്നത് ആരുടെ ഭരണകാലത്താണ്? ചന്ദ്രഗുപ്തൻ രണ്ടാമൻ്റെ. ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് ഓക്സിജൻ. ശ്രീലങ്കൻ പ്രധാനമന്ത്രിയുടെ കാര്യാലയത്തിൻ്റെ പേരാണ് ഫ്ലവർ റോഡ്. അന്തരീക്ഷത്തിലെ ഏത് പാളിയിലാണ് ഓസോൺ കാണപ്പെടുന്നത്? സ്ട്രാറ്റോസ്ഫിയർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദമാണ് ഹോക്കി. സണ്ണി ഡേയ്സ് ആരുടെ ആത്മകഥയാണ്? സുനിൽ ഗവാസ്കർ. ഇന്ത്യയിലെ അവശേഷിക്കുന്ന സംസ്കൃത നാടകരൂപമാണ് കൂടിയാട്ടം. ബ്രിട്ടനിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് റോബർട്ട് വാൾപോൾ. ഇന്ത്യയിൽ ആദ്യമായി സിവിൽ സർവീസ് സംവിധാനം കൊണ്ടുവന്നത് കോൺവാലിസ് പ്രഭു. ഇന്ത്യൻ പാർലമെന്റ് വിളിച്ചുകൂട്ടാനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് രാഷ്ട്രപതിയാണ്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പ്രസിദ്ധം ചെയ്ത വർഷമാണ് 1848. ചൈനീസ് റിപ്പബ്ലിക്കിന്റെ പ്രഥമ പ്രസിഡന്റ് സൺ യാസൻ. റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ സ്ഥാപക പിതാവും കൂടിയാണ് സൺ യാസൻ. ഏഷ്യയിലെ ഏറ്റവും പഴയ റിപ്പബ്ലിക്കാണ് ചൈന. രാജീവ് ഗാന്ധി വധക്കേസ് അന്വേഷിച്ച കമ്മീഷന്റെ പേരാണ് ജെയിൻ കമ്മീഷൻ. ഏഷ്യയിലെ ഏറ്റവും വലിയ നേവൽ ബേസ് ഏതു രാജ്യത്താണ്? ഇന്ത്യയിലെ. കേരളത്തിലെ ആദ്യത്തെ വനിതാ IPS ഓഫീസറാണ് ശ്രീലേഖ. ഇന്ത്യയിലെ പ്രഥമ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പ. 2002 സ്വാതന്ത്ര്യം കിട്ടിയ രാജ്യമാണ് കിഴക്കൻ തിമോർ. കേരളത്തിലെ പക്ഷികൾ ആരുടെ കൃതിയാണ്? KK നീലകണ്ഠൻ. KK നീലകണ്ഠൻ്റെ കൃതിയാണ് കേരളത്തിലെ പക്ഷികൾ, അല്ലെങ്കിൽ ഇന്ദുചൂടെന്നും അറിയപ്പെടുന്നു. പഞ്ചസാരയിൽ ഹൈഡ്രജനും ഓക്സിജനും കൂടാതെയുള്ള മൂലകമാണ് കാർബൺ. പുരാതന ഭാരതത്തിലെ പ്രശസ്തനായ ആയുർവേദ ആചാര്യനാണ് ചരകൻ. ഒറൈസ സറ്റൈവ ഏത് ചെടിയുടെ ശാസ്ത്രനാമമാണ്? നെല്ല്. എല്ലാ വർഷവും ഡിസംബർ 10 എന്തായിട്ടാണ് ആചരിക്കുന്നത്? മനുഷ്യാവകാശ ദിനം.
കുട്ടികളിൽ തൈറോക്സിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് ക്രെറ്റിനിസം. എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിൽ. ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയിയാണ് മൗണ്ട് ബാറ്റൺ പ്രഭു. അർജുന അവാർഡ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അർജുന അവാർഡ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്പോർട്സും ഗെയിംസും. ഇന്ത്യയിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി ആരംഭിച്ചത് കൊൽക്കത്തയിൽ. ഇന്ത്യയിലെ ടെലിവിഷൻ സംപ്രേഷണം ആരംഭിച്ച വർഷം 1959. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന മനുഷ്യാവയവമാണ് പാൻക്രിയാസ്. ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്തോനേഷ്യ. റേഡിയോ മൈക്രോ തരംഗങ്ങൾ ഉപയോഗിച്ച് പറന്നുവരുന്ന ഒരു വിമാനത്തിൻ്റെ അകലം അളക്കുന്ന ഉപകരണമാണ് റഡാർ. ഇതോടെ 50 GK ക്വസ്റ്റ്യൻസും തീർന്നു. അടുത്ത GK ക്വസ്റ്റ്യൻസുമായി വേഗം തന്നെ വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.